കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സുകൾ ആയി വീണ്ടും ജനനവും തദനന്തരമുള്ള ജീവിതവും എന്നുള്ള വിഷയം സംബന്ധിച്ച് ചില ആത്മീയ സത്യങ്ങൾ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ധ്യാനിക്കുവാൻ ദൈവം കൃപ നൽകി. എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരവസരം തന്ന സഭയോടും പ്രത്യേകം കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ അകമഴിഞ്ഞ കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു. നമ്മൾ ഈ പുതുജനനം അതിന് പ്രധാനമായിട്ട് ഇംഗ്ലീഷിൽ 3 വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്: ബോൺ അഗെയിൻ, റീബർത്ത്, റീജനറേഷൻ. ഈ 3 വാക്കുകളാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് ബൈബിളിലും ഈ 3 പദങ്ങളും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. ഒരു കാര്യം എല്ലാ ആഴ്ചയിലും പറയാൻ ഇടയാകരുത്. സാധിക്കുന്നത്ര പേരൊന്ന് വീഡിയോ ഓൺ ചെയ്തൊക്കെ സഹകരിക്കുകയാണെങ്കിൽ എനിക്കതൊരു പ്രയോജനമായിരിക്കും. എല്ലാ ആഴ്ചയിലും എല്ലാ ദൈവദാസന്മാരെ കൊണ്ട് ഇത് പറയിപ്പിക്കാതെ സഹകരിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഈ വിഷയം സംബന്ധിച്ച് പ്രധാനമായിട്ടും കഴിഞ്ഞ ക്ലാസ് വരെ 2 വിഷയങ്ങളാണ് നമ്മൾ ദൈവജനാടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ സാധിച്ചത്. അതിലൊന്ന് വീണ്ടും ജനനം, അതിൻ്റെ അർത്ഥം എന്താ, വാട്ട് ഡസ് ന്യൂ ബർത്ത് മീൻസ്, അതിൻ്റെ ഡെഫിനിഷൻ. വീണ്ടും ജനനത്വം എന്നുള്ളതിൻ്റെ അഥവാ പുതുജനനം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. അത് നമ്മൾ ചിന്തിച്ചപ്പോൾ സമഗ്രമായി വീണ്ടും ജനനം സംബന്ധിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ അവസരമുണ്ടായി. രണ്ടാമത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച പ്രധാന വിഷയം വീണ്ടും ജനനം എന്തിന് എന്നുള്ള പ്രധാന വിഷയമായിരുന്നു. എന്തിനു വേണ്ടിയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്? അതിന് 3 ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചു. ഒന്ന്, ദൈവരാജ്യത്തിൽ കടക്കേണ്ടതിന് വേണ്ടിയാണ്. രണ്ടാമത്, നമ്മൾക്കൊരു പുതിയ നേച്ചർ, ഒരു പുതിയ പ്രകൃതി നമ്മൾക്ക് ലഭ്യമാകേണ്ടതിന് വേണ്ടിയാണ്. മൂന്നാമത് നമ്മൾ കണ്ടത് ദൈവ കുടുംബത്തിൻ്റെ അംഗമാകുവാൻ വേണ്ടിയാണ് വീണ്ടും ജനനം, പുതുജനനം എന്നുള്ള കാര്യം നമ്മൾ ഗ്രഹിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ മൂന്നാമതായി ചിന്തിക്കാൻ ആഗ്രഹിച്ച, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇന്ന് നമ്മൾ പ്രധാനമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അതും ഒരു വിശാലമായ വിഷയമാണ്, എന്നാൽ ചുരുക്കി ഈ ഒരു ക്ലാസ് കൊണ്ട് അവസാനിക്കത്തക്ക നിലയിൽ അത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. വീണ്ടും ജനനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു വ്യക്തി വീണ്ടും ജനിച്ചു എന്നുള്ളതിന് അടയാളം എന്നുള്ളത് നമ്മൾ വേറൊരു വിഷയമായിട്ട് ചിന്തിക്കുന്നുണ്ട്. വീണ്ടും ജനനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഞാൻ 3 കാര്യങ്ങൾ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ വീണ്ടും ജനിച്ചവരിൽ എല്ലാവരിലും പൊതുവേ പ്രകടമായി കാണുന്ന ജനറൽ ഫാക്റ്റാണിത്. പൊതുവായ ഒരു സത്യമാണിത്, കോമൺ ഫാക്റ്റാണ്. എല്ലാവരിലും വീണ്ടും ജനിച്ചവരാണെങ്കിൽ അവരിൽ കാണുന്ന 3 ലക്ഷണങ്ങൾ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന് ദൈവവചനത്തോടുള്ള വാഞ്ഛയാണ്. അതിന് വേദപുസ്തകത്തിലെ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ദൈവവചനത്തോടുള്ള വാഞ്ഛ, ആ വാക്കാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ് ഈ സത്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 പത്രോസ് 2:2 നമുക്ക് മനപ്പാടം അറിയാം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ
രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കുവാൻ വാഞ്ചിക്കുവീൻ. ആ വാഞ്ച എന്നുള്ള വാക്ക്. അപ്പോൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ ഇപ്പോൾ ജനിച്ച ശിശു, അത് പ്രകൃതിപരമായിട്ട് നോക്കിയാലും അത് ഏത് ജീവജാലത്തോട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാലും ഈ സത്യം കാണാം. എന്താ? ജനിച്ചാൽ ആഹാരത്തിന് വേണ്ടിയുള്ള ഒരു താല്പര്യമുണ്ടാകും, വിശപ്പടക്കണം, അതിനു വേണ്ടിയുള്ള വാഞ്ച. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് പാലിന് വേണ്ടി കരയും. ഒരു പശു പ്രസവിച്ചാൽ ആ പശുക്കുട്ടി ആദ്യം തേടുന്നത് അതിൻ്റെ തല ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ആദ്യം തേടുന്നത് പാലെവിടെയാണ് എന്ന് അറിയാനുള്ള വാഞ്ചയാണ്. ആ അന്വേഷണമാണ് നടക്കുന്നത്. ഞാൻ ശക്തമായിട്ട് പറയട്ടെ, ദൈവജനാടിസ്ഥാനത്തിൽ വ്യക്തമായി ഞാൻ പറയാം, എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവവചനത്തോട് താല്പര്യമില്ലാത്ത വീണ്ടും ജനനം എന്ന് പറയുന്നത്, ദൈവവചനത്തോട് താല്പര്യമില്ലാത്ത വീണ്ടും ജനനമില്ല. ദൈവവചനത്തോട് താല്പര്യമില്ലെങ്കിൽ ആ ആൾ വീണ്ടും ജനിച്ച ആളല്ല. ആരും പിണങ്ങലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം തിരുവെഴുത്ത് അത് വ്യക്തമായി പറയുന്ന ഒരു വലിയ സത്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വാക്യം ഒന്ന് ചിന്തയ്ക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആഹാരം അത് വാഞ്ചിക്കുക. ഒരു ദൈവവൈതലിൻ്റെ ആഹാരം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങൾ നമ്മൾക്ക് കാണാം. ഈ 1-ാം അധ്യായം, 1 പത്രോസ് 1-ാം അധ്യായം വീണ്ടും ജനനത്തിൻ്റെ അധ്യായമാണ്. അത് 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വരെ അതിൻ്റെ തുടർച്ചയാണ്, തുടർന്നുകൊണ്ട് അതിൻ്റെ തുടർച്ചയാണ്. അവിടെ വീണ്ടും ജനനത്തെക്കുറിച്ച് 1:23 പറഞ്ഞു, വചനത്താലാണ്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വചനത്താൽ വീണ്ടും ജനനം. 5-ാം വാക്യത്തിൽ, 1-ന്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞു, പ്രത്യാശയ്ക്ക് വേണ്ടി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഏത്? വാട്ടം, മാലിന്യം എന്നിവയില്ലാത്ത, ക്ഷയം, മാലിന്യം എന്നിവയില്ലാത്ത അവകാശത്തിന് വേണ്ടി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വചനത്താൽ എന്തിനാൽ വീണ്ടും ജനിപ്പിച്ചു? 2, എന്തിനു വേണ്ടി വീണ്ടും ജനിപ്പിച്ചു? ഈ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രധാനമായിട്ട് ഓർക്കണം ഇതൊക്കെ. എന്തിനാൽ അഥവാ എങ്ങനെ വീണ്ടും ജനിച്ചു, ഒന്നാമത്തത്. രണ്ടാമത്തത്, വീണ്ടും ജനിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്, അതാണ് 1-ന്റെ 5-ാം വാക്യം. മൂന്നാമത്, 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ മൂന്നാമത് പറയുന്നത് വീണ്ടും ജനിച്ചവരുടെ ലക്ഷണമാണ്. എന്താണ് ആ ലക്ഷണം? വീണ്ടും ജനിച്ചവർക്ക് വളരാനുള്ള താല്പര്യമുണ്ടാകും. നോക്കണം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് രക്ഷയ്ക്കായി വളരുവാൻ. ഇപ്പോൾ ജനിച്ച ശിശു, അതാണ് വീണ്ടും ജനനം. അങ്ങനെ ഇപ്പോൾ ജനിച്ച ശിശുവിന് എന്ത് ആഗ്രഹിക്കുന്നു? രക്ഷയ്ക്കായി വളരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതും രക്ഷയ്ക്കായി വളരുന്നതും രണ്ടും രണ്ടാണ്. ഓർക്കണം, രക്ഷിക്കപ്പെടുന്നതും രക്ഷയ്ക്കായി വളരുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി രക്ഷയ്ക്കായി വളരണമെങ്കിൽ ആ വളർച്ചയ്ക്ക് വാഞ്ച ആവശ്യമാണ്. അതിനെന്താ ചെയ്യേണ്ടത്? ആ ആള് ദൈവവചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കും. ഇത് വളരെ വിസ്തൃതമായൊരു വിഷയമായതുകൊണ്ട് ഞാൻ വളരെ കൺസീൽഡായിട്ട് വളരെ ചുരുക്കി പറയാം. എനിക്ക് എല്ലാവരെയും ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പം എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്നൊന്നും ചിലരെ മാത്രമേ കാണാൻ, 1-2 പേരെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എങ്ങനെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്നൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു കേട്ടോ പ്രിയപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം.
അപ്പോൾ ഇത് ഈ രക്ഷയ്ക്കായിട്ടുള്ള വളർച്ച അത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ കുറിച്ചിട്ടാൽ മതിയായിരിക്കും. അതിപ്പോൾ ഞാൻ വിശദീകരിക്കാൻ പോയാൽ ഈ ക്ലാസ് മൊത്തം ആ വിഷയത്തിൽ തന്നെ നമ്മൾ നിൽക്കേണ്ടി വരും. എന്തിനാണ് ദൈവം സഭയ്ക്ക് ആത്മീക നേതൃത്വത്തെ നൽകിയത്? 5 ആത്മീക നേതൃത്വങ്ങൾ സഭയ്ക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. 11-ാം വാക്യത്തിൽ 5 കൂട്ടരുടെയും പേര് പറയുന്നുണ്ട്. ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും, 5-ാമത്തത് ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കും. എന്തിനാണ് ഇവരെ സഭയ്ക്ക് നൽകിയത്? നമ്മൾ സാധാരണ ഈ 11-ാം വാക്യം കൊണ്ടങ്ങ് നിർത്തിക്കളെ. എന്നാൽ 11-ാം വാക്യം കഴിഞ്ഞുള്ള ഭാഗമാണ് ഇവരെ നൽകിയതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങ് വായിച്ചു വിടാം. ഈ വിഷയമായിട്ട് ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന വിഷയമായിട്ട് വളരെ ബന്ധമുള്ള ഒരു ഭാഗമാണിത്. നോക്കണം, എന്തിനാണ് ഇവരെ സഭയ്ക്ക് നൽകിയിരിക്കുന്നത്? 12-ാം വാക്യം, വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യം. 2, തികഞ്ഞ പുരുഷത്വം. 3, ക്രിസ്തുവിൻ്റെ പ്രായത്തിൻ്റെ അളവ്. 4, വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം. 5, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധന. 6, മനുഷ്യരുടെ തെറ്റിച്ചു കളയുന്ന ഉപായങ്ങൾ എന്ന് പറഞ്ഞാൽ ദുരുപദേശങ്ങൾ. ആ ദുരുപദേശങ്ങൾ ഒരു വിശ്വാസിയെ ബാധിക്കാതെ ശക്തമായി നിർത്തുക. ഉപദേശത്തിൻ്റെ നാനാകാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുവാകാതെ സഭയിലെ വിശ്വാസികളെ ഉപദേശ വിഷയങ്ങളിൽ അചഞ്ചലരാക്കി ശക്തരാക്കി നിർത്തുക. ഇനി നോക്കുക, അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ക്രിസ്തു എന്ന തലയോളം വളരുക. അപ്പോൾ ഇപ്പോൾ ജനിച്ച ശിശുവിൻ്റെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയാണ് ദൈവസഭയ്ക്ക് കർത്താവ് പുനരുദ്ധാനം ചെയ്ത് സ്വർഗത്തിൽ ചെന്ന കർത്താവ് ആത്മീക നേതൃത്വത്തെ നൽകിയിരിക്കുന്നത്. ആത്മീക നേതൃത്വത്തെ സഭയ്ക്ക് നൽകിയിരിക്കുന്നത്, ഓർക്കണേ, ഒരു ഭരണത്തിനല്ല. സഭയ്ക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ജനിച്ച ശിശുവിനെ, നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, ലിറ്റിൽ ചിൽഡ്രൻ, ഇപ്പോൾ ജനിച്ച ശിശുവിനെ വളർത്തി ക്രിസ്തു എന്ന തലയോളം വളർത്തുക എന്നുള്ളതാണ്. ഇനിയും ഇത് ആത്മീക നേതൃത്വത്തിൻ്റെ ദൗത്യമാണ്. ഇത് നടക്കേണ്ടത് ഒരു സ്ഥലം സഭയിലാണ്. ഇത് നടക്കേണ്ടത് ഒരു ബൈബിൾ കോളേജിലോ ബൈബിൾ സ്കൂളിലോ അല്ല. ബൈബിൾ സ്കൂളിലും ബൈബിൾ കോളേജിലും ഒക്കെ പഠിപ്പിക്കട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ ഒരു സ്ഥലം സഭയിൽ, ഒരു പ്രാദേശിക സഭയിൽ, ഒരു വിശ്വാസിയുടെ വളർച്ചയിൽ ആത്മീക നേതൃത്വത്തിൻ്റെ ദൗത്യം വളരെ വലുതാണ് കേട്ടോ. ഇതിനാണ് സഭയ്ക്ക് ഇപ്പോൾ എന്തായാലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അവർ സാർവത്രിക സഭയ്ക്ക് വേണ്ടി നൽകപ്പെട്ടവരായിരുന്നു. അവരുടെ ശുശ്രൂഷ നിർവഹിച്ചു. ഇന്ന് അവരുടെ ശുശ്രൂഷയുടെ ഫലമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പുതിയ നിയമം. അവരുടെ ശുശ്രൂഷ കഴിഞ്ഞു. ഇപ്പോൾ അവർ ചെയ്ത ശുശ്രൂഷയുടെ മേൽപ്പണിയാണ് സുവിശേഷകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും നിർവഹിക്കേണ്ടത്. അത് ക്രമമായും കൃത്യമായും വചനപ്രകാരവും നിർവഹിക്കാതെയും വരുമ്പോൾ 2 പ്രധാനമായ ഗുരുതരമായ പ്രത്യാഘാതമാണ് ഒരു രക്ഷിക്കപ്പെട്ട അഥവാ ഇപ്പോൾ ജനിച്ച ശിശു അനുഭവിക്കുന്നത്. 1, ശൈശവത്വത്തിൽ നിന്ന് പുരുഷത്വത്തിലേക്ക് വളരുകയില്ല.
അവിടെ ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുമാണ് ഞാൻ പറഞ്ഞത്. ശൈശവത്വത്തിൽ നിന്ന് പുരുഷത്വത്തിലേക്ക് വളരുകയില്ല. രണ്ടാമത് പറ്റുന്ന എന്താണെന്നറിയാമോ? ദുരുപദേശങ്ങളെക്കുറിച്ച് അജ്ഞരാകുകയും ദുരുപദേശങ്ങളെ ചെറുത്തു നിന്ന് ദുരുപദേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെയും വരും. ഈ 2 ഗുരുതരമായ അപകടമാണ്. ഇന്ന് ബ്രദർ സമൂഹത്തിന് വിശ്വാസികളെ നഷ്ടപ്പെടുന്നു എങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അവരുടെ ഹൃദയങ്ങളിൽ ഉപദേശത്തിൻ്റെ സത്യം എത്തിയിട്ടില്ല. അതുകൊണ്ട് ഉപദേശത്തിൻ്റെ നാനാ കാറ്റിനാൽ ഉഴലുന്ന അവർ എവിടെ ആര് വന്ന് എന്തു പറഞ്ഞു അതെല്ലാം ശരിയാണ് എന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യത ഉണ്ടാവുകയാണ്. ഇതൊക്കെ ദൈവമക്കൾ വളരെ കരുതലോടെ ഇരിക്കണം. ഇനിയും ഇത് ആത്മീക നേതൃത്വത്തിൻ്റെ ദൗത്യമാണ് ഞാൻ പറഞ്ഞു. ഇനിയും നമ്മുടെ ചിന്ത എന്താ? വീണ്ടും ജനിച്ച ആളിൻ്റെ ലക്ഷണമാണ്. എന്താണ് വീണ്ടും ജനിച്ചെങ്കിൽ ആ ആൾക്ക് വചനം പഠിച്ചേ മതിയാകും. വചനം കൂടാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. എന്നെ കേൾക്കുന്ന രക്ഷിക്കപ്പെട്ട അഥവാ വീണ്ടും ജനിച്ച ദൈവമക്കളോട് ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് ആ രക്ഷിക്കപ്പെട്ട നാളുകളിൽ വചനം തുറക്കണം, വചനം വായിക്കണം, വചനം പഠിക്കണം. ഈ ആർത്തി, പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വാഞ്ച ഒരു ദൈവവൈതലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അനേക സംഭവങ്ങളും എനിക്കറിയാം. അനേക ദൈവദാസന്മാരോടും ദാസ്യവിശ്വാസികളോടും ബന്ധപ്പെട്ട് അനേക കാര്യങ്ങൾ എനിക്കറിയാം. അവരുടെ വചനത്തോടുള്ള താല്പര്യം ഇങ്ങേറ്റം. അടുക്കളയിൽ ടേപ്പ് റെക്കോർഡർ, പഴയകാലത്ത് നേരത്തെ ടേപ്പ് റെക്കോർഡറിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുടെ വചന ശുശ്രൂഷ കേട്ടുകൊണ്ട് അടുക്കളപ്പണി ചെയ്യുന്ന സഹോദരിമാർ ബ്രദർമാർക്കുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല ഇപ്പോൾ ഉണ്ടോയെന്ന്. അതൊക്കെ ഞാൻ പലയിടത്തും നേരിൽ കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് വചനത്തോടുള്ള അഭിവാഞ്ച എന്ന് പറയുന്നത്. ഇത് വീണ്ടും ജനിച്ചവരുടെ ലക്ഷണമാണ്. ഞാൻ ആദ്യം പറഞ്ഞ വാചകം ആവർത്തിച്ച് പറയുന്നു. ഇതില്ലെങ്കിൽ ആ വീണ്ടും ജനനമെന്ന് പറയുന്നത് വെറും മിഥ്യയാണ്, വെറും കള്ളമാണ്, വെറും പൊങ്ങച്ചം പറച്ചിലാണ്. അതിനകത്ത് ആത്മാർത്ഥതയില്ല. വചനത്തോടുള്ള താല്പര്യം, അതാണ് ഒന്നാമത്തെ ലക്ഷണം. ഒരു ദൈവവൈതൽ ആയി, ഒരു വ്യക്തി ദൈവവൈതലായി എന്നുള്ളതിൻ്റെ ആദ്യത്തെ പ്രകടമായ ലക്ഷണം വചനത്തോടുള്ള താല്പര്യമാണ്. ഇന്ന് തന്നെ എത്ര കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുഞ്ഞുങ്ങളുണ്ട്, യുവതിയുവാക്കന്മാർ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്ഥലം സഭകളിലെ യുവതി യുവാക്കന്മാർക്ക് ദൈവവചനത്തോട് താല്പര്യമുണ്ടോ? ഞാൻ കുറ്റം പറയുകയാണ്, വിമർശിക്കുകയാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ സമൂഹത്തിലെ അനേക കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ എവിടെയാണ് കൂട്ടായ്മ ബന്ധത്തിൽ പോകുന്നത്? എവിടെയാണ് ആരാധിക്കുന്നത്? എവിടെയാണ് അവർ നിലനിൽക്കുന്നത്? ചിന്തിക്കണം കേട്ടോ. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? വചനത്തോട് താല്പര്യമില്ലാത്തതും, 2 സ്ഥലം സഭയിൽ ദൈവവചനം കൃത്യമായി പഠിപ്പിക്കാത്തതുമാണ്. അതിന് യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമതായി, വീണ്ടും ജനിച്ച ഒരു വ്യക്തിയിൽ പ്രകടമായി കാണുന്ന ഈ ആത്മീക വളർച്ചയുടെ കാര്യം നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യം. ഇത് സഭയെ വല്ലാതെ ബാധിക്കുന്ന കാര്യമാണ് കേട്ടോ. ഈ വചനം പഠിച്ച് വളരാത്തത് സഭയെ വളരെ ഉലയ്ക്കുന്ന ഒരു കാര്യമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ലേഖനകാരൻ പറയുന്നുണ്ട്, പാലെന്നും കുടിച്ചുകൊണ്ടിരിക്കാനല്ല, പിന്നെ പാല് കുടിക്കുന്ന പ്രായം കഴിഞ്ഞാൽ കട്ടിയായ ആഹാരം കഴിക്കണം. ആ കട്ടിയായ ആഹാരം കഴിച്ചിട്ട് എവിടെ വരെ വളരണം? കാലം സംബന്ധിച്ച് നോക്കിയാൽ
ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന. അപ്പോൾ കാലം വച്ച് പരിഗണിച്ചാൽ ചുരുങ്ങിയ കാലം കൊണ്ട്, എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും പഠിക്കേണ്ടതാണ് കേട്ടോ. തെസ്സലോനിക്കർക്കെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം വായിച്ചാൽ അവിടെ വ്യക്തമാണ്. 3 ആഴ്ച മാത്രമേ ആ തെസ്സലോനിക്ക സഭയ്ക്ക് ദൈവദാസന്മാരുടെ ശുശ്രൂഷ കിട്ടിയുള്ളൂ. 3 ആഴ്ചകൾ കൊണ്ട് ആരംഭിച്ചതാണ് തെസ്സലോനിക്ക സഭ. പക്ഷേ തൊട്ടടുത്ത് ആ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ പറയുന്നത് എന്താ? ആ സഭയെ നയിക്കാനും നടത്താനും വളരെ ആത്മീക പക്വത, വളർച്ച വന്ന എൽഡേഴ്സ്, ഇടയന്മാരാ സഭയ്ക്കുണ്ടായി. എന്താ കാരണം? കാലം വെച്ച് നോക്കിയാൽ ആരാ ഉപദേശം? അതിന് എത്ര കാലം വേണം? 17 വർഷം വേണോ? 25 വർഷം വേണോ? 10 വർഷം വേണോ? വചനം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആഴ്ചകൾ മതി കേട്ടോ. ഉപദേഷ്ടാക്കന്മാരായിത്തീരാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്, വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലിന് ആഴ്ചകൾ കൊണ്ട് എവിടെ വരെ വളരാം? ഉപദേഷ്ടാക്കന്മാർ. ഇനി ഈ വളർച്ച സംഭവിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന കുഴപ്പം? ഈ വളർച്ച ഇല്ലെങ്കിൽ എന്താ പറ്റുന്നത്? കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് വ്യക്തമാക്കുന്നുണ്ട്. കൊരിന്ത്യരെ വിളിച്ചിട്ട് പൗലോസ് പറയുകയാണ്, എന്താ? നിങ്ങളോട് എനിക്ക് ആത്മീകരോടെന്ന പോലെ അല്ല, ജഡീകന്മാരോട് എന്ന പോലെ. ഇനി ജഡീകൻ ആരാ? ജഡീകൻ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എന്താ? കാർണൽ മാൻ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എന്താ? നമ്മൾ പലരും ധരിച്ചു വച്ചിരിക്കുന്നതല്ല. അവിടെ കൃത്യം പറഞ്ഞിട്ടുണ്ട്, ജഡീകന്മാരോടെന്ന പോലെ. അടുത്ത വാചകം നോക്ക്, എന്താ? ക്രിസ്തുവിൽ ശിശുക്കളായവർ. ആരാണ് ജഡീകൻ? ചോദ്യത്തിൻ്റെ ഉത്തരം, ക്രിസ്തുവിൽ വളരാത്തവൻ, വചനം പാനം ചെയ്തും വചനം ആഹരിച്ചും വളരാത്തവൻ. അങ്ങനെ തുടർന്നാൽ അവൻ സഭയ്ക്കു ഭാരമുള്ള ഒരു ജഡീകനായി മാറും. അവൻ ഭിന്നതയുണ്ടാക്കും. ഓർക്കണേ, കൊരിന്ത് സഭയിലുള്ള ജഡീകത്വം ഇന്ന് ഏതെങ്കിലും സഭകളിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അത്രയ്ക്ക് ജഡീകത്വത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് ഒരു സഭയാണ് കൊരിന്ത് സഭ. എന്താ കാരണം? അവർ വളർന്നില്ല. ആത്മീക വളർച്ച അവർക്കുണ്ടായില്ല. ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കണമേ. ദൈവവചനത്തോട് വീണ്ടും ജനിച്ച ഒരാളിന് താല്പര്യമുണ്ടാകും. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ്. ദൈവജനത്താലും പരിശുദ്ധാത്മാവിനാലുമാണ് വീണ്ടും ജനിക്കുന്നത്. ആ വീണ്ടും ജനനം സംഭവിച്ചു കഴിഞ്ഞാൽ തുടർന്നുള്ള ജീവിതവും ഇത് രണ്ടും കൊണ്ടാണ്. ഇവ രണ്ടും കൊണ്ടാണ്. ഏവ രണ്ടും കൊണ്ട്? 1 വചനം കൊണ്ട്, 2 പരിശുദ്ധാത്മാവിനെ കൊണ്ട്. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഒരു ദൈവവൈതലിനെ വളർത്തി, സ്ട്രോങ് ആക്കി, ശക്തനാക്കി. ഏതു പരീക്ഷയും ജയിക്കാനുള്ള ശക്തി, ഏതു ദുരുപദേശത്തെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള ശക്തി ഒരു ദൈവവൈതലിന് നൽകുക. ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുക കേട്ടോ പ്രിയപ്പെട്ടവരെ. ഇതാണ് വീണ്ടും ജനനത്തിൻ്റെ ലക്ഷണം. ഒരു വ്യക്തി വീണ്ടും ജനിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. രണ്ടാമത്, ഇതിനോട് ചേർന്ന്, രണ്ടാമതല്ല, ഈ വചനധ്യാനത്തോടും വചനപഠനത്തോടും ചേർത്ത് മറ്റൊരു വിഷയം ഞാൻ പറയട്ടെ. വീണ്ടും ജനിച്ചവൻ്റെ ലക്ഷണം പ്രാർത്ഥനാ ജീവിതമാണ്. പ്രാർത്ഥനാ ജീവിതമാണ്. ഞാൻ ഒരു തെളിവ് പറയാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായം, അവിടെ പൗലോസിൻ്റെ മാനസാന്തരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ പൗലോസിൻ്റെ വീണ്ടും ജനനം, രക്ഷ, അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഈ രക്ഷ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ക്ലാസ്സിന് ഒരു കമൻ്റ് ഇട്ട ഒരാൾ ഞാൻ പറഞ്ഞതും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ അദ്ദേഹം എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ കുറേ അഭിപ്രായങ്ങൾ എൻ്റെ ക്ലാസ്സുമായിട്ട് അത്ര കണ്ട് ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു. അവിടെ വീണ്ടും ജനനം ഒരിക്കൽ എന്നേക്കുമായി നടക്കുന്നതാണ്, അത് തർക്കമുള്ള കാര്യമില്ല. എന്നാൽ അവിടെ നമ്മൾ രക്ഷ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ, രക്ഷ എന്ന അനുഭവത്തോട് ബന്ധം വരുമ്പോൾ അതിന് ത്രികാല സ്വഭാവമുണ്ട്. എന്തൊക്കെയാ? ഒന്ന്, രക്ഷിക്കപ്പെട്ടു, അത് ഭൂതകാലം. രണ്ട്, വർത്തമാനകാല രക്ഷ, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മൂന്ന്, രക്ഷിക്കപ്പെടും. ഒന്ന്, ആത്മാവിൻ്റെ. രണ്ട്, ദേഹിയുടെ. മൂന്ന്, ശരീരത്തിൻ്റെ. ഈ മൂന്ന് രക്ഷയാണ് അവിടെ പറയുന്നത്. ഇത് മൂന്ന് കാലഘട്ടം. എന്നാൽ വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരിക്കൽ എന്നേക്കുമായി നടക്കുന്നതാണ്. ഇങ്ങനെ പൗലോസിൻ്റെ ജീവിതത്തിൽ നടന്ന വീണ്ടും ജനനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന, പൗലോസ് സാക്ഷ്യം പറയുന്നതും ലൂക്കോസ് രേഖപ്പെടുത്തിയതുമായ 3 ഭാഗങ്ങൾ. ഒന്ന്, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായം. 2, 22-ാം അധ്യായം. 3, 26-ാം അധ്യായം. ഈ 3 വേദഭാഗത്താണ് ഇവ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 9-ാം അധ്യായത്തിൽ പൗലോസ് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലോസിനോട് കർത്താവിൻ്റെ ദൂതറിയിക്കാൻ അനന്യാസിനെ ദർശനത്തിൽ വിളിച്ച് അയക്കുമ്പോൾ അവനെ തിരിച്ചറിയാൻ ഒരടയാളം പറയുന്നുണ്ട്. അത് മാത്രം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. എന്താണ് അനന്യാസിന് പൗലോസിനെ തിരിച്ചറിയാൻ പറഞ്ഞിരിക്കുന്ന ആ അടയാളം എന്താണെന്ന് ഈ 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ? അനന്യാസിനോട് വലിയവനായ കർത്താവ് പറയുന്ന ഒരു പ്രയോഗം അവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11-ാം വാക്യത്തിലാണ്. 11-ാം വാക്യത്തിൽ നീ നേർവീതി എന്ന തെരുവിൽ അന്വേഷിക്കാൻ പറയുന്നു. 12-ാം വാക്യത്തിൽ പറയുന്നു അവനെ തിരിച്ചറിയാനുള്ള അടയാളം. എന്താ ആ അടയാളം? എന്താണ്? അവൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദര സഹോദരി, കുഞ്ഞെ, ദയവായിട്ട് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണേ. നീ വീണ്ടും ജനിച്ചെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രാർത്ഥന ജീവിതമില്ലെങ്കിൽ അത് പ്രകടമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ സംശയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ്ടും ജനിച്ചതാണോ എന്നുള്ളതാണ്. വീണ്ടും ജനിച്ച ഒരാളിന് പ്രാർത്ഥനാ ജീവിതം അതൊക്കെ വിശദീകരിക്കേണ്ട, ഇങ്ങനെ ഒറ്റ വാചകത്തിൽ പറയാം. 1, വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടായിരിക്കും. 2, ദൈവമക്കളോട് ചേർന്നുള്ള കൂട്ടായ്മയും പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം ആരംഭത്തിൽ, സഭയുടെ ആരംഭം കേട്ടോ. പൗലോസിൻ്റെ കാലത്തല്ല സഭ ആരംഭിച്ചത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ആത്മസ്നാനത്താലാണ് സഭ ആരംഭിച്ചത്. ആ സഭ ആരംഭിച്ചപ്പോൾ നോക്കണം, അവിടെ 42-ാം വാക്യത്തിൽ 4 പ്രധാന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. എന്താ? ദൈവവചനം പഠിക്കാനുള്ള വാഞ്ച. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഇതേതാ? ഇതൊരു മീറ്റിംഗാ, ഇത് ബൈബിൾ ക്ലാസ്സാണ് കേട്ടോ. സഭയ്ക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കണം. 2, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. പിന്നെ കൂട്ടായ്മ ആചരിച്ചു. ഒരു സഭയ്ക്ക് കൂട്ടായ്മയോഗം ഉണ്ടായിരിക്കണം. 3, എന്താ? അപ്പം നുറുക്ക്. അതെന്തായാലും മുടക്കിയല്ലേ. എല്ലാ ഞായറാഴ്ചയും അപ്പം മുടക്കുണ്ടായിരിക്കും, അപ്പം മുറി ഉണ്ടായിരിക്കും. ഓർക്കുക, 3-ാമത്തെ കൂടിവരവ് അപ്പം നുറുക്കുവാൻ കൂടി വരിക. 4-ാമത്തത് എന്താ? സഭ ആരംഭിച്ച 1-ാമത്തെ ദിവസം തുടങ്ങിയതാണ്. 4-ാമത്തത് പ്രാർത്ഥന കൂടിവരവാണ്, പ്രാർത്ഥന യോഗമാണ്. ഒരു സഭയ്ക്ക് 4 കൂടിവരവ് ഒരാഴ്ചയിൽ ഏറ്റവും ചുരുങ്ങിയതുണ്ടായിരിക്കണം. 1, ബൈബിൾ ക്ലാസ്. 2, കൂട്ടായ്മ യോഗം, അതിന് കോട്ടേജ് മീറ്റിങ്ങും ആകാം. 3, അപ്പം മുറി, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം. 4-ാമത്തത് പ്രാർത്ഥനായോഗം.
വീണ്ടും ജനിച്ചവർ ഈ 4 കാര്യങ്ങളിലും സജീവമായി പങ്കുകൊള്ളും. അത് അവർ വീണ്ടും ജനിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഞാൻ എന്താ ചെയ്യുക? ഇത്രയും പറഞ്ഞു പോകുകയെ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തത് വചനത്തോടുള്ള താല്പര്യവും 2 പ്രാർത്ഥനാ ജീവിതവുമാണ്. ഇനി വീണ്ടും ജനിച്ചവരുടെ അടയാളങ്ങളിൽ രണ്ടാമത്തത് എന്താ? വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള വാഞ്ചയാണ്. ഒരാൾ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ആ ആളിൻ്റെ ഏറ്റവും പ്രകടമായ ലക്ഷണം എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള വാഞ്ചയാണ്. ഞാനതിങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക. എന്താ? പാപത്തെ പാപമാണെന്ന് തിരിച്ചറിയാനുള്ള തിരിച്ചറിവ് ഒരു ദൈവവൈതലിന് വ്യക്തമായും ലഭ്യമാകുന്നത് വീണ്ടും ജനനത്തിലാണ്. ഈ ലോകം പാപമല്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും വിശ്വാസിക്ക് പാപമാണ് എന്ന് വരുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ വിശുദ്ധ ജീവിതത്തിനു വേണ്ടിയുള്ള വാഞ്ച ഒരു വ്യക്തിക്കില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ആളിൻ്റെ വീണ്ടും ജനനം എന്ന് പറയുന്നത് വീണ്ടും ജനിച്ചോ എന്നുള്ള കാര്യം സംശയിക്കണം. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ജനിച്ചോ എന്ന് സംശയിക്കാൻ ആവശ്യമുണ്ട്. സഹോദരീ സഹോദരന്മാരെ, വീണ്ടും ജനനത്തിൻ്റെ ഏറ്റവും പ്രകടമായ ലക്ഷ്യം വിശുദ്ധിയോടുള്ള താല്പര്യവും പാപത്തോടുള്ള വിരക്തിയുമാണ്. പാപത്തോടുള്ള താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. അഥവാ അതിന് ഞാൻ തിരുവഴുത്തിൽ നിന്ന് തന്നെ ഉദാഹരണം പറയാം. ഈ പാപത്തോടുള്ള മനോഭാവം വെച്ചാണ്, അല്ലെങ്കിൽ വിശുദ്ധിയോടുള്ള മനോഭാവം വെച്ചാണ് ഒരാൾ വീണ്ടും ജനിച്ചതാണോ അല്ലയോ എന്ന് തിരിച്ചറിയേണ്ടത്. റോമർക്കെഴുതിയ ലേഖനം 6, 7, 8 അധ്യായങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ റോമാലേഖനത്തിൽ 6, 7, 8 അധ്യായങ്ങൾ, 5, 6, 7 അധ്യായങ്ങൾ, 5, 6, 7 അധ്യായങ്ങൾ. ഞാനതൊന്ന് 2-3 വാചകങ്ങളിൽ പെട്ടെന്നൊന്ന് പറയാം, ഒന്ന് ക്രോഡീകരിച്ച് പറയാം. ഒന്ന്, 5-ാം അധ്യായത്തിൽ 2 ഹെഡ്ഷിപ്സ്, 2 തലകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അഥവാ 2 തലവന്മാരെ. അത് 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ്. 5-ന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യം. ആ 2 ഹെഡ്ഷിപ്പ് ഏതൊക്കെയാണ്? ഒന്ന് ആദാം, മറ്റേത് ഒടുക്കത്തെ ആദാമായ ക്രിസ്തു. എങ്ങനെ പാപം പ്രവേശിച്ചു എന്നും എങ്ങനെ പാപം മോചിക്കപ്പെട്ടു, അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം വരുത്തിയെന്നും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സത്യം രേഖപ്പെടുത്തിയിരിക്കുന്ന, വിശദീകരിച്ചാലും പിന്നെയും പാരാവാരം പോലെ അവശേഷിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ 5-ന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അവിടെ 2 തലകളാണ് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് ആദാം, മറ്റേത് ക്രിസ്തു. എന്താണ് വീണ്ടും ജനനം? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട്. വിശുദ്ധിയോട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്താ? ആദാം എന്ന തലയ്ക്ക് കീഴിൽ നിന്ന് ക്രിസ്തു എന്ന തലയ്ക്ക് കീഴിലേക്കുള്ള മാറ്റമാണ് വീണ്ടും ജനനം. ഒന്നുകൂടെ പറയാം. ആദാം എന്ന തലയ്ക്ക് കീഴിൽ നിന്ന് ക്രിസ്തു എന്ന തലയ്ക്ക് കീഴിലേക്കുള്ള മാറ്റമാണ് വീണ്ടും ജനനം. തല മാറി. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? പ്ലീസ് എൻ്റെ കൂടെ ഒന്ന് ചിന്തിച്ചേ.
ഒരു വ്യക്തിയുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന എന്താ? തലയാണ്. തലയാണ് നിയന്ത്രിക്കുന്നത്. എൻ്റെ സഹോദര സഹോദരി, നിന്നെ നിയന്ത്രിക്കുന്നത് പാപമാണോ? നിന്നെ നിയന്ത്രിക്കുന്നത് ക്രിസ്തുവാണോ? നിന്നെ നിയന്ത്രിക്കുന്നത് ആദാം തന്നെയാണോ, പഴയ ആദാമാണോ? അതോ ക്രിസ്തു എന്ന തലയ്ക്ക് കീഴിൽ ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണോ നീ? ചിന്തിക്കണേ, ചിന്തിക്കണേ. ഇതാ പുതുജനനം. ആദാം നയിച്ചാൽ പാപത്തിലേക്കും ക്രിസ്തുവിനാൽ നയിക്കപ്പെട്ടാൽ വിശുദ്ധിയിലേക്കുമാണ് ഒരു ദൈവവൈതല്യൻ്റെ യാത്ര. ഇതാണ് വീണ്ടും ജനിച്ചവനിൽ പ്രകടമാകുന്ന നേച്ചർ, സ്വഭാവം. 6-ാം അധ്യായത്തിലേക്ക് വന്നേ, റോമാലേഖനം 6-ാം അധ്യായം. അവിടെ 2 യജമാനന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ന്യായപ്രമാണമുണ്ട്, കൃപയുണ്ട്. അത് അവിടെ ആ ന്യായപ്രമാണം എന്നുള്ള വാക്ക് ഞാൻ തൽക്കാലം വേറൊരു വാക്കെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ 14-ാം വാക്യത്തിൽ, 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ, അടുത്തത്, പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു യജമാനൻ്റെ ജോലിയാണ്. അപ്പോൾ 6-ാം അധ്യായത്തിൽ 2 യജമാനന്മാരെ കാണാം, 2 മാസ്റ്റേഴ്സ്. 5-ാം അധ്യായത്തിൽ 2 തലകൾ, തലവന്മാർ, 2 ഹെഡ്ഷിപ്സ്. 6-ാം അധ്യായത്തിൽ 2 യജമാനന്മാർ, 2 മാസ്റ്റേഴ്സ്. ഏതൊക്കെ? പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പാപം, കർത്തൃത്വം, യജമാനത്വം. പാപം എന്ന യജമാനൻ, 2 കൃപ എന്ന യജമാനൻ. കണ്ടോ? യജമാനൻ മാറുന്നതാണ് വീണ്ടും ജനനം. പാപം ഒരു വിശ്വാസിയിൽ ഭരിക്കുവാൻ അനുവദിക്കാതെ പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ ഊഴിയ വിചാരകത്വത്തിൽ നിന്ന് ഒരു ദൈവ പൈതൽ കൃപയ്ക്ക് അധീനനാകുന്നതാണ് പുതുജനനം എന്ന് പറയുന്നത്, വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇതൊരു പ്രോസസ്സാണ് പ്രിയപ്പെട്ടവർ. കേട്ടോ? അവിടെ 6-ാം അധ്യായത്തിൽ 1-ാം ഭാഗത്ത് 11 വരെയുള്ള വാക്യങ്ങളിൽ സ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ച ജലസ്നാനം അല്ല. 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നത് ജലസ്നാനമേ അല്ല, അത് വീണ്ടും ജനനത്തോട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി 12 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ അതിൻ്റെ അവസാനം 23-ാം വാക്യം വരെ പൗലോസ് പറയുന്നത് സമർപ്പണത്തെക്കുറിച്ചാണ്. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച്, അവിടെ എഴുതിയിരിക്കുന്നതാണ്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് വിശുദ്ധിക്ക്, അല്ലെങ്കിൽ ആദ്യം മുതൽ കൃപയ്ക്ക്, വിശുദ്ധിക്ക്. പുതിയ നിയമത്തിലെ ഉപദേശ സത്യങ്ങൾക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിലെ ഉപദേശ സത്യങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ നീതിയുടെ അടിമകളാക്കുക. യജമാനന്മാർ മാറി, പാപമെന്ന യജമാനൻ മാറി, സമ്പൂർണമായും കൃപയുടെ കീഴിലെ യജമാനത്വത്തിലേക്ക് വരുന്നതാണ്, ദാസ്യത്വത്തിലേക്ക് വരുന്നതാണ് വീണ്ടും ജനനം. അവിടെ വിശുദ്ധിക്കാണ് സ്ഥാനം. 3-ാമത്തത് 7-ാം അധ്യായത്തിലാണ്. അവിടെ 2 ഭർത്താക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2 ഹസ്ബൻഡ്സ്. ഒന്ന് ന്യായപ്രമാണം എന്ന് പറയുന്ന ഭർത്താവ്, മറ്റേത് യേശുക്രിസ്തു എന്ന ഭർത്താവ്. ന്യായപ്രമാണം എന്ന ഭർത്താവിൻ്റെ ഇവിടെ ആശ്വാസത്തിന് വേണ്ടി ഞാൻ ഒരു വസ്തുത കൂടെ പറയട്ടെ. ന്യായപ്രമാണം എന്ന് പറയുന്നത് പുതിയ നിയമം പോലെ തന്നെ, കൃപ എന്നതുപോലെ തന്നെ വിശുദ്ധി ആവശ്യപ്പെടുന്നതാണ് ന്യായപ്രമാണം.
നീതി ആവശ്യപ്പെടുന്നതാണ് ന്യായപ്രമാണം. നന്മ ചെയ്യണമെന്ന് പറയുന്നതാണ് ന്യായപ്രമാണം. ദൈവം വെച്ചാൽ അടുത്ത ക്ലാസ്സിലെ വിഷയത്തിൽ നമ്മൾക്ക് ആ കാര്യം ചിന്തിക്കാൻ സാധിക്കും. പക്ഷേ എന്താ ന്യായപ്രമാണത്തിൻ്റെ കുഴപ്പം? ഈ ഭർത്താവ് ചെയ്യണം എന്ന് പറയും, നമ്മളെ സഹായിക്കത്തില്ല, മാറി നിൽക്കും, ചെയ്യാനുള്ള ശക്തി തരത്തുമില്ല, നമ്മൾക്ക് യാതൊരു വിധത്തിലുള്ള സഹായം ചെയ്യത്തില്ല. എന്നാൽ യേശുക്രിസ്തു എന്ന നമ്മുടെ കർത്താവ് അഥവാ നമ്മുടെ ഭർത്താവ് വിശുദ്ധി ആവശ്യപ്പെടുക മാത്രമല്ല, വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ശക്തി നമ്മൾക്ക് തരികയും നമ്മൾ നയിക്കേണ്ട വിശുദ്ധ ജീവിതം കർത്താവ് നമ്മൾക്ക് പകരക്കാരനായി നിർവഹിക്കുകയും ചെയ്യുന്നു. അതാണ് കൃപയുടെ മഹത്വം. വാക്യങ്ങളെല്ലാം എടുക്കാൻ നിവർത്തിയില്ലല്ലോ, ദൈവത്തിന് സ്തോത്രം. അതാണ് പൗലോസ് പറഞ്ഞത്. പൗലോസിനോട് കർത്താവ് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ഓർക്കണേ പ്രിയപ്പെട്ടവരെ, ഒരു വീണ്ടും ജനിച്ച ദൈവ പൈതലിൽ നിന്ന് അഥവാ ദൈവ പൈതലിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ ലക്ഷണമാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. ഞാനിതൊക്കെ ദൈവജനാടിസ്ഥാനത്തിൽ കോട്ടയം സഭയോട് ഇതൊക്കെ പ്രത്യേകിച്ചൊന്നും വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൽപ്പിക്കാത്ത, വീണ്ടും ജനിച്ചു എന്ന് പറയുന്ന ആ വ്യക്തി ഒരിക്കലും ആ പറയുന്നതിൽ ആത്മാർത്ഥതയില്ല, സത്യസന്ധത ഇല്ല. വിശുദ്ധിക്ക് വേണ്ടിയുള്ള വാഞ്ച, ഞാനിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഏറ്റവും പ്രകടമായിട്ടുള്ള കാര്യം ഞാൻ വ്യക്തമാക്കാം. എല്ലാവരും എന്നോടൊപ്പം ഒന്ന് ചിന്തിച്ചാൽ മതി. സങ്കീർത്തനകാരൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. സഹോദരങ്ങളെ, ഇത് രണ്ടും ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഏതാ? വായിലെ വാക്കും പിന്നെ ഹൃദയത്തിലെ ധ്യാനവും. കൈകൊണ്ടും കാലും കൊണ്ടും ഒന്നും ചെയ്യുന്നില്ലായിരിക്കും, പക്ഷേ നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതാണോ? ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ് കേട്ടോ. തിരുവെഴുത്ത് വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ചിന്തിച്ചതാ, ഹൃദയം പഴയ ഹൃദയത്തിന് രൂപാന്തരം വരികയല്ല, പിന്നെ പുതിയ ഹൃദയം തരിക. ആ ഹൃദയത്തിനകത്ത് ദൈവത്തിന് പ്രസാദകരമല്ലാത്ത ധ്യാനമുണ്ടാകുകയില്ല, ചിന്തയുണ്ടാകുകയില്ല. സങ്കീർത്തനകാരൻ പ്രാർത്ഥിച്ചു, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. കേട്ടോ, വിശുദ്ധി എന്ന് പറയുന്നത് കേവലം പ്രകടമായി കാണിക്കുന്നത് മാത്രമല്ല, ജീവിതത്തിൽ പ്രകടമാകുന്നത് മാത്രമല്ല, വിശുദ്ധി നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു നിലപാടായി മാറുന്നതാണ് പൊതുജനനം എന്ന് പറയുന്നത്. പത്രോസ്ലീഹ അത് സംബന്ധിച്ച് പറയുന്നുണ്ട്. 2 ജന്തുക്കളെ താൻ ഹാജരാക്കുന്നുണ്ട്. അവിടെ ഒരു ജന്തുവിനെ കുറിച്ചേ പറയുന്നുള്ളൂ, അതിൻ്റെ വിപരീത ജന്തുവിനെ നമ്മൾ ഊഹിക്കാവുന്നുള്ളൂ. കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ പോകുന്ന പന്നി. കേട്ടോ, കുളിച്ചു, പക്ഷേ ആളാരാ? കുളി നടന്നു, പക്ഷേ ആള് മാറിയിട്ടില്ല. ആള് പന്നിയാണ്, പന്നിയുടെ രീതിയാണ്. ഇനി അവിടെ മറ്റൊരു ജന്തുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ ഞാൻ ബാക്കി പറയുന്നില്ല.
വിശുദ്ധിയെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്നതല്ല, പഠിപ്പിക്കുന്നതല്ല, പറയുന്നതല്ല, ജീവിതത്തിൽ അത് പ്രകടമാകുകയാണ് ആവശ്യം. കയ്പുള്ള വേറെ ഒരു വ്യക്തിയിൽ മുളച്ചു വരുന്ന ഹൃദയത്തിലാണ്. ഞാൻ നിർത്തുക, സമയമായി. ഞാൻ പ്രത്യക്ഷപ്പെട്ടു അല്ലേ, അതുകൊണ്ട് നിർത്തേണ്ട സമയമൊക്കെ ഏകദേശം അടുത്ത് വരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള അഭിവാഞ്ച, അതാണ് വീണ്ടും ജനിച്ചവൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിൽ ഒന്ന്. രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്, സ്തോത്രം, നമ്മൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിധത്തിൽ അത് ചിന്തിക്കേണ്ടതായിട്ട് വരും. എന്താണെന്നറിയാമോ? എ ഡിസയർ ടു ലവ് ഫോർ അതർ പീപ്പിൾ. മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു അഭിവാഞ്ച, താല്പര്യം. കേട്ടോ? ഈ പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, അഥവാ അകത്തുള്ള ഈ പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, അവിടെ നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ വീടിൻ്റെ ഭിത്തിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, അതിനോട് ചേർത്ത് ഞാനൊരു സത്യം പറയാം. എന്താ? ദൈവം ആരാ? ദൈവം സ്നേഹമാണ്. വീണ്ടും ജന്മം എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ജന്മം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൽ നിന്ന് ജനിക്കുക. ദൈവം സ്നേഹമാണെങ്കിൽ നമ്മൾ ജനിച്ചിരിക്കുന്നത് എവിടുന്നാ നമ്മൾ ജനിച്ചിരിക്കുന്നത്? സ്നേഹത്തിൽ നിന്ന് ജനിച്ച സ്നേഹമാണ് വീണ്ടും ജനനം. കേട്ടോ? സ്നേഹത്തിൽ നിന്ന് ജനിച്ച സ്നേഹമാണ് വീണ്ടും ജനനം. നമ്മൾക്ക് സ്നേഹമുണ്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. നമ്മൾ സ്നേഹമാണ് എന്ന് പറയുന്നതാണ് പ്രാഥമിക സത്യം, പ്രഥമ സത്യം. സ്നേഹത്തിൽ നിന്ന് ജനിച്ച സ്നേഹം. പ്രിയമുള്ളവരെ, നമ്മൾക്ക് പാപത്തോട് വെറുപ്പുണ്ടാകും. ഞാൻ പറയുന്നത്, ഒരു വ്യക്തി ചെയ്യുന്ന പാപത്തോട് നമ്മൾക്ക് വെറുപ്പുണ്ടാകും, പക്ഷെ ആ വ്യക്തിയെ വെറുക്കാൻ നമ്മൾക്ക് സാധിക്കില്ല. ഇതാണ് യേശു തമ്പുരാൻ പഠിപ്പിച്ച പാഠം. പാപത്തെ വെറുക്കുകയും പാപിയെ ചേർത്ത് നിർത്തുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുക. ലോക ചരിത്രത്തിൽ ക്രിസ്തുവാണ് ആ മാർഗം ലോകത്തെ പഠിപ്പിച്ചത്. ഇന്ന് രാത്രി വളരെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ, പെട്ടെന്ന് സമയം തീർന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം കേൾക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ സമയം കൂടുതലായെന്ന് തോന്നും. ഈ പറയുന്നവർക്ക് സമയം വളരെ ചുരുക്കമാണെന്ന് തോന്നിപ്പോകും. അത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ഞാനിവിടെ നിർത്താൻ ബാധ്യസ്ഥനാണ്. 8:30 ആയില്ലേ? ശരി, 5 മിനിറ്റ് കൂടെ ഉണ്ടല്ലേ. അപ്പോൾ സ്നേഹത്തിൽ നിന്ന് ജനിച്ച സ്നേഹമാണ് വീണ്ടും ജനനം. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിച്ചാൽ, അത് ഒരു വാചകത്തിൽ ഇപ്പോൾ പറയുന്നേ, എന്നെ സ്നേഹിക്കുന്നവരെ, രായ്ച്ചാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ തിരിച്ചും സ്നേഹിക്കുന്നു. ഞാൻ രായ്ച്ചാനെ സ്നേഹിക്കുന്നു, രായ്ച്ചാൻ എന്നെ സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന സൗകര്യങ്ങൾ ആരുടെ പേരും ആയിക്കോട്ടെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ ലെവൽ എവിടെ വരെ ആയെന്നറിയാമോ? എൻ്റെ ലെവല് എവിടെ വരെ ആയി? ഞാൻ ജാതികളുടെ ലെവലിൽ എത്തിയതേ ഉള്ളൂ, ആ സ്റ്റാൻഡേർഡിൽ എത്തിയതേ ഉള്ളൂ. ചുങ്കക്കാരും വന്ദനം ചെയ്യുന്നവനെ തിരിച്ചു വന്ദനം ചെയ്യും. എനിക്ക് വന്ദനം ചെല്ലുന്നവനെ ഞാൻ തിരിച്ച് വന്ദനം ചെയ്ത ഞാൻ എവിടെ വരെ എത്തി? ഞാൻ ചുങ്കക്കാരൻ്റെ സ്റ്റാൻഡേർഡ് വരെ എത്തി. എന്നാൽ യേശു തമ്പുരാൻ്റെ സ്റ്റാൻഡേർഡ് വരെ ഞാൻ എത്തണമെങ്കിൽ, കേട്ടോ, ആ സ്നേഹത്തിൻ്റെ ലെവൽ വരെ ഞാൻ എത്തണമെങ്കിൽ ഒത്തിരി ദൂരം നമ്മൾ യാത്ര ചെയ്യാനില്ലേ പ്രിയപ്പെട്ടവർ?
ഇതാരും പ്രത്യേകിച്ച് സിറിഞ്ചിനകത്തൊട്ടെടുത്ത് ഇഞ്ചക്ട് ചെയ്യേണ്ട കാര്യമില്ല. വീണ്ടും ജനിച്ചവനിൽ നൈസർഗിക എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനത്തിൻ്റെ നൈസർഗികതയാണ് ദൈവസ്നേഹം. ഒന്നുകൂടെ പറയാം, വീണ്ടും ജനിച്ചവൻ്റെ ജന്മസ്വഭാവമാണ്, നൈസർഗികതയാണ് എന്ത്? ദൈവസ്നേഹം. നമ്മളെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ ബ്രദർ സമൂഹം പഠിപ്പിക്കുന്ന പോലെ കൃത്യമായി ആകാശത്തിൻ്റെ കീഴിൽ ഒരു സമൂഹവും പഠിപ്പിക്കുന്നില്ല. കൃത്യമായി പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ശരിയായ ഉപദേശം പഠിപ്പിക്കുന്നവരാണ് നമ്മൾ. എന്താണ് ആ ഉപദേശം? നോക്കിയേ, റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ്ലീഹ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ. നമ്മൾ വീണ്ടും ജനിച്ചത് എങ്ങനെയാ? പരിശുദ്ധാത്മാവിനാൽ. പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യം നമ്മളിൽ പകർന്നത് എന്താ? ആദ്യം നമ്മിൽ പകർന്നത് എന്താ? ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവസ്നേഹമാണ്. ഇതില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി സഹോദരങ്ങളെ, ചിന്തിച്ചാൽ മതി. ഒരു വ്യക്തി വീണ്ടും ജനിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം സ്നേഹിക്കാനുള്ള അഭിവാഞ്ച അവരുടെ ഹൃദയത്തിലുണ്ടായിരിക്കും. ഈ വലിയ സത്യം ദൈവാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ജനിച്ചവനിൽ പ്രകടമായി കാണുന്ന 3 ലക്ഷണങ്ങൾ. 1, വചനത്തിനു വേണ്ടിയും പ്രാർത്ഥനാ ജീവിതത്തിനു വേണ്ടിയുമുള്ള വാഞ്ചയാണ്. വചനവും പ്രാർത്ഥനയും. 2, വിശുദ്ധിക്ക് വേണ്ടിയുള്ള അഭിവാഞ്ചയാണ്. 3, ദൈവസ്നേഹം പ്രകടമാക്കാനുള്ള അഭിവാഞ്ച, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള താല്പര്യം. ചിലർക്ക് ഈ സ്നേഹം പ്രകടമാക്കാനൊരു വലിയ കഴിവുണ്ട്, ചിലരെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് അത് പ്രകടമാക്കാനുള്ള കഴിവില്ല. എനിവേ, എന്തോ ആയിക്കോട്ടെ, ഒരു കാര്യം വ്യക്തമാണ്, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം നിറയെ ദൈവസ്നേഹമാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. വീണ്ടും ജനനത്തിൻ്റെ അഥവാ വീണ്ടും ജനിച്ചു എന്നുള്ളതിൻ്റെ ആത്യന്തികമായ ലക്ഷണം ഇതാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇത് ഈ ക്ലാസ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ക്ലീറ്റോസ് മോൻ എനിക്കൊരു ഒരാൾ അയച്ച ഒരു വോയിസ് മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിന് ആ കഴിഞ്ഞ ക്ലാസ് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞതാണ്. ഞാനിത് ആത്മപ്രശംസയ്ക്ക് വേണ്ടി പറയുകയല്ല, ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്. നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നു, എന്നാൽ ആ സഹോദരൻ പ്രകടമാക്കിയതുപോലെ ഒരാത്മപരിശോധനയ്ക്ക് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇതായിരുന്നു: സ്തോത്രം, എന്നോട് സംസാരിക്കുന്നതായി എനിക്ക് ബോധ്യപ്പെട്ടു എന്ന്. കേട്ടോ, ഇത് ആത്മപരിശോധനയ്ക്കുള്ള സമയമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേറെ എന്ത് തെറ്റിയാലും കുഴപ്പമില്ല, ഇത് തെറ്റിയാൽ സ്വർഗത്തിൽ കാണുകയില്ല. ഏത് തെറ്റിയാൽ ഏത് തെറ്റിയാൽ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ കാണുകയില്ല. ആത്മപരിശോധന ചെയ്യാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
മനഃപൂർവ്വമായിട്ട് ആർക്കെങ്കിലും ഒരു പ്രയാസം വരത്തക്ക ഒരു വാചകവും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നാൻ സാധ്യതയില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഈ വിഷയം ആരെടുത്താലും ഇതുപോലെയുള്ള മൂർച്ച ആ ക്ലാസ്സിനുണ്ടാവും. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾക്ക് വീണ്ടും ജനനത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മളിലുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യാൻ ഇതൊരവസരമാകട്ടെ. കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.